മക്കളെ നമ്മുടെ +1 വെയിറ്റേജ് അനുസരിച്ചിട്ടും ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ആ വെയിറ്റേജ് അനുസരിച്ചിട്ട് ഓരോ പാഠത്തിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം, ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ദെൻ ഇതൊക്കെ മനസ്സിലാക്കി ഈ രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് ജോയിൻ ആയിക്കോളൂ കേട്ടോ. സോ ആദ്യത്തെ പാഠം ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിന്റെ വെയിറ്റേജ് 6 മാർക്ക് വരുന്നത്. ആ കറക്റ്റ് 6 മാർക്കിനാണ് ഇത്തവണ എക്സാമിന് ആ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിന് 2 മാർക്കിനും ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് 4 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഇത് എല്ലാ കൊല്ലവും ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ ആ 2 ചോദ്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി പഠിച്ചാൽ മതി കേട്ടോ. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദെൻ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് രണ്ടാമത്തെ പാഠത്തിന്റെ വെയിറ്റേജ് 6 വരുന്നത്. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ കൺസെപ്റ്റുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിൽ ഇത്തവണ എക്സാമിന് ക്രിസ്മസ് എക്സാമിന് വന്നത് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കൺസെപ്റ്റുകൾ അറിയാമെങ്കിൽ മാത്സ് ഫോളോയിങ് നമ്മുടെ കറക്റ്റ് ആകും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു തന്നുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് ഒരു 6 മാർക്കിന് അതിൽ നിന്ന് വരും. ദെൻ മൂന്നാമത്തെ പാഠമാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1. അതിൽ നിന്ന് 6 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വെയിറ്റേജ് അനുസരിച്ചിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ജേർണലൈസിങ് എന്താണ്, പോസ്റ്റിംഗ് എന്താണെന്നുള്ള ഓരോ മാർക്കിന്റെ ചോദ്യങ്ങൾ, അക്കൗണ്ടിങ് ഇക്വേഷൻ ഒരു 3-4 മാർക്കിന്റെ ഒരു പ്രോബ്ലം, ജേർണൽ എൻട്രീസ് ഇത്തവണ 6 മാർക്കിനാണ് ചോദിച്ചത്. ദെൻ അക്രൂവൽ ബേസിസും ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഏതാണെന്നുള്ള 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാം. നാലാമത്തെ പാഠം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2-ൽ നിന്ന് 9 ആണ് വെയിറ്റേജ് വരുന്നത്. അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, സബ്സിഡറി ബുക്സ് അതിന്റെ കണ്ടന്റും, അതായത് ജേർണൽ പ്രോപ്പറിൽ എന്താ വരുന്നത്, പർച്ചേസ് ബുക്കിൽ എന്താ നമ്മൾ എഴുതുക, സെയിൽസ് ബുക്കിൽ എന്താ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇംപ്രസ്റ്റ് സിസ്റ്റം എന്താണ്, നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിന്റെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ ഇംപ്രസ്റ്റ് എമൗണ്ട് ഉണ്ട്, പെറ്റി ക്യാഷ്യർ ഉണ്ട്, മെയിൻ ക്യാഷ്യർ ഉണ്ട്, ആ ഒരു സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്തായാലും ഉണ്ടാകും 6 മാർക്കിന്. പർച്ചേസസ് ബുക്ക് ഉണ്ടാകും 4 മാർക്കിന് ചോദിക്കാം. കോൺട്രാ എൻട്രികൾ ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ചോദിക്കാം. അഞ്ചാമത്തെ പാഠം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കോസസ് ഓഫ് ഡിഫറൻസ്, രണ്ടിൽ പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ, അതിന്റെ പ്രോബ്ലം ചോദിക്കും. ആറാമത്തെ പാഠം ട്രയൽ ബാലൻസിൽ നിന്ന് 6 ആണ് വെയിറ്റേജ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് ചോദിക്കും, ട്രയൽ ബാലൻസിന്റെ പ്രോബ്ലം ചോദിക്കും. എറേഴ്സ് ഏതെങ്കിലും കുറച്ച് തന്നിട്ട് അത് കണ്ടുപിടിക്കാൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ എറർ ഓഫ് കമ്മീഷൻ ആണോ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. റെക്ടിഫിക്കേഷൻ എൻട്രി വരും. ഏഴാമത്തെ പാഠം ഡിപ്രിസിയേഷനിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഡിപ്രിസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, 6 ആണ് വെയിറ്റേജ് വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ ഇക്വേഷൻ ചോദിക്കും. മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കും. എട്ടാമത്തെ പാഠം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1-ൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കാണാനും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. 9-ാമത്തെ പാഠം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2-ൽ നിന്ന് ഒരു ഫുൾ പ്രോബ്ലം, അത് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ് എന്നുള്ള പ്രോബ്ലം. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടൻസി നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് പഠിച്ചിട്ട് പോലെ സെറ്റാണ്. ഇതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ഒരു ബേസും ഇല്ല എന്നുള്ള ഒരു ധൈര്യമായിട്ട് നമ്മുടെ കൂടെ കൂടിക്കോ. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ hi+1 എന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. താങ്ക് യു.